ഈ പറഞ്ഞ പോലെ രണ്ടുപേരുടെയും കരിയറിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം 80കളിലാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളൊക്കെ തുടർച്ചയായിട്ട് അഭിനയിക്കുന്നു. സ്റ്റാർഡം കിട്ടുന്നു, താരമാവുന്നു, സൂപ്പർ സ്റ്റാർ ആവുന്നു, മെഗാസ്റ്റാർ ആവുന്നു. അതിനൊക്കെ ശേഷം ഈ അടുത്ത കാലത്താണ് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ റോഷാക്കിലാണെങ്കിലും ബ്രഹ്മയുഗത്തിലാണെങ്കിലും ഒക്കെ കുറച്ചുകൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ രണ്ട് സിനിമകളും അദ്ദേഹം ഒരു ഹീറോ ഇമേജ് തന്നെയാണ്. അതിൽ വില്ലനാവുന്നു അല്ലെങ്കിൽ ആൻറ്റി ഹീറോ ആവുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വട്ടത്തിലൂടെ തന്നെയാണ് ജീവിതം അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കുന്നത്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ആൻറ്റി ഹീറോ എന്നതിനപ്പുറത്ത് ഒരു വില്ലൻ ഇമേജിൽ തന്നെയാണ് നിൽക്കുന്നത്. പൂർണ്ണമായും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു താരഭാരത്തിനപ്പുറം ഇദ്ദേഹത്തെ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ആ ക്യാരക്ടറിൻ്റെ വലുപ്പവും ഒക്കെ മനസ്സിലാക്കി അത് എടുക്കാമെന്ന് പറയുകയായിരുന്നു. മമ്മൂക്ക എല്ലാ ദശാബ്ദങ്ങളിലും ഓരോ ഡെക്കേഡ്സിൽ ഇതുപോലെ ഓരോ വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് ഇന്നു മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടുമുമ്പ് പാലേരി മാണിക്യം വന്നിട്ടുണ്ട് 2000-കളിൽ. അതിന് തൊട്ടുമുമ്പ് 90-കളിൽ വിധേയൻ. അപ്പം നമുക്കത് ഞാനൊക്കെ എന്താ പറയുക, ജനിച്ച് വളർന്ന് കാണുന്നതൊക്കെ വിധേയനാണ്. അപ്പം നമുക്ക് ഭാസ്കര പട്ടേലർ അത് വളരെ എന്നെ സ്വാധീനിച്ചൊരു സൃഷ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയവും സ്ലാങ്ങും മോഡുലേഷനും കൊണ്ട് തന്നെ അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ മമ്മൂക്ക ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ രസകരമായിരിക്കുമല്ലോ എന്ന് ചിന്ത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മളൊരിക്കലും മമ്മൂക്ക ഇതിൽ സ്റ്റാൻലി ദാസ് അല്ലായിരുന്നു ആദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. മമ്മൂക്കയ്ക്ക് ഈ നത്തെന്ന് പറയുന്ന ക്യാരക്ടറായിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ മമ്മൂക്കയുടെ സജഷനായിരുന്നു, മമ്മൂക്ക സ്വാപ്പ് ചെയ്തായിരുന്നു. മമ്മൂക്ക തന്നെയാണ് സ്റ്റാൻലിയിലേക്ക് വന്നതും വിനായകൻ ചേട്ടൻ നത്തിലേക്ക് ലാൻഡ് ചെയ്തതും. അപ്പോൾ അത് ശരിക്കും അത് വന്നപ്പോഴത്തേക്ക് അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് ആദ്യം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. അത് പിന്നെ ഇതേപോലെ മമ്മൂക്ക ആ താരഭാരമൊന്നും ചിന്തിച്ചല്ല, അദ്ദേഹം വളരെ ഒരു എക്സൈറ്റിംഗ് ഫേസിൽ കൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ചിന്തിച്ചാൽ മമ്മൂട്ടി കമ്പനിയിൽ വന്ന എൻ്റെത് 7ാമത്തെ ചിത്രമാണ്. അതിന് മുമ്പുള്ള 6 ചിത്രങ്ങളും വ്യത്യസ്തമാണ്. പ്രമേയങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ പാത്രസൃഷ്ടി കൊണ്ടും. ഇപ്പോൾ റോഷാക്കാണെങ്കിലും നമുക്ക് നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും കാതൽ, കണ്ണൂർ സ്ക്വാഡ്, ഇതിലെല്ലാത്തിലും കൃത്യമായൊരു ചലനം ക്യാരക്ടറിലാണെങ്കിലും അതെ തിയേറ്ററിലാണെങ്കിലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം കൂടുതലായിട്ട് പല അഡാപ്റ്റേഷൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.